ഈ ദൃഷ്ടാന്തങ്ങൾ ഈസാ അലൈഹിസ്സലാം യേശു മാത്രം പ്രകടിപ്പിച്ചതല്ല. ഇതൊക്കെ എന്തിനാണ് ഈ ദൃഷ്ടാന്തങ്ങൾ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നബിമാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ, അവർ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശം തന്നെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹു തആല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുവാൻ വേണ്ടി കൽപ്പിച്ച മതമാണ് എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാരെയും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അവർക്കു വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുവാനും അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ലോകത്ത് ഏറെ അറിയപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് മഹാനായ നബിയുല്ലാഹി ഈസ അലൈഹിസ്സലാം. ഈസ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ ലോകത്തെ പ്രബല മതങ്ങളായ യഹൂദരും ക്രൈസ്തവരും രണ്ട് അറ്റങ്ങളിലാണുള്ളത്. യഹൂദികളായ ആളുകൾ ഈസ അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അലീമ. അവരുടെ കുഫിർ നിമിത്തം അവർ മറിയമിനെപ്പറ്റി വമ്പിച്ച ആരോപണം ഉന്നയിച്ചു എന്ന് സൂറത്തു നിസാഇൻ്റെ 156 ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജൂതന്മാർ വിശ്വസിക്കുന്നത് മറിയം വേശ്യയാണെന്നും നഊദു ബില്ലാഹ്, ഈസ അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്നുമാണ്. എന്നാൽ നസാറാക്കൾ, ക്രൈസ്തവരായ ആളുകൾ വിശ്വസിക്കുന്നത് ഈസ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്നാണ്. അതുപോലെ തന്നെ അല്ലാഹു തന്നെയാണ് യേശു, യേശു തന്നെയാണ് ദൈവം എന്ന രൂപത്തിൽ ഇന്നല്ലാഹു ഹുവൽ മസീഹു ഇബ്നു മറിയം, മസീഹ് ഈസ അലൈഹിസ്സലാമും അല്ലാഹുവും ഒന്നാണെന്ന് ക്രൈസ്തവരായ ആളുകൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇന്നല്ലാഹ സാലിസു സലാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിസു സലാസ, മൂവരിൽ ഒരാളാണ് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. യേശു, പരിശുദ്ധാത്മാവ്, അല്ലാഹു എല്ലാവരും ഒന്നാണ് എന്ന വിശ്വാസവും അവർക്കുണ്ട്. എന്നാൽ ഇസ്ലാം കൃത്യമായ രൂപത്തിൽ ആരാണ് ഈസ അലൈഹിസ്സലാം എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈസ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ അബ്ദാണ്, അല്ലാഹുവിൻ്റെ ദാസനാണ്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂലുമാണ് ഈസ അലൈഹിസ്സലാം. നമുക്കറിയാം, ലോകത്ത് ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നാണ്, നബിമാർ കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ 300-ലേറെ റസൂല് എന്ന പദവിയുള്ള ആ ഒരു സ്ഥാനത്തെത്തിയ നബിമാർ ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്നത്.
എന്നാൽ വിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചു. ഹദീസുകളിലും വേറെയും പേരുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നബിമാരിൽ ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന 5 നബിമാരുണ്ട്. ആ 5 നബിമാർ, അതിലൊന്ന് നൂഹ് നബി അലൈഹിസ്സലാം, 2 ഇബ്രാഹിം അലൈഹിസ്സലാം, 3 മൂസ അലൈഹിസ്സലാം, 4 ഈസ അലൈഹിസ്സലാം, 5 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠരായ 5 വ്യക്തികളിൽ, 5 പ്രവാചകന്മാരിൽ ഒരാളായിട്ടാണ് ഇസ്ലാം ഈസ അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നത്. ഈസ അലൈഹിസ്സലാമിൻ്റെ മാതാവായ മറിയം അലൈഹിസ്സലാമയെ സംബന്ധിച്ച് പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആനിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു മറിയം എന്നാണ്. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക വനിത മറിയം അലൈഹിസ്സലാമയാണ്, അഥവാ യേശുവിൻ്റെ മാതാവാണ്. 34 പ്രാവശ്യം മറിയം എന്ന പേര് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആല ഇമ്രാനിലും സൂറത്തു മറിയമിലും മറ്റ് സൂറത്തുകളിലുമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമ്മുഹു സിദ്ദീഖ, അവർ സത്യസന്ധയാണ്. യേശുവിൻ്റെ മാതാവ് മറിയം സത്യസന്ധയാണ്, ചാരിത്രശുദ്ധിയുള്ളവളാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, ലോക സ്ത്രീകൾക്ക് മാതൃകയാണ് എന്നൊക്കെ കൃത്യമായി വിശുദ്ധ ഖുർആനും പ്രവാചകധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ മാതാവ് മറിയമിനെയും ഏറ്റവുമധികം ആദരിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഈസ അലൈഹിസ്സലാമിനെ ദൈവപുത്രനായി കാണുന്ന ആളുകൾ അവർ പറയുന്നൊരു ന്യായം, ഈസ അലൈഹിസ്സലാമിന് പിതാവില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം ദൈവത്തിൻ്റെ പുത്രനാണ് എന്നാണ്. അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈസ അലൈഹിസ്സലാമിൻ്റെ ഉപമ ആദം നബിയുടെ ഉപമ പോലെ തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാമിന് പിതാവുമില്ല, മാതാവുമില്ല. ഈസ അലൈഹിസ്സലാം ജനിച്ചത് ഭൂമി ലോകത്താണെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നത് ആകാശലോകത്താണ്. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു തൻ്റെ കൈകൾ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസ അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന് പറയാനുള്ള കാരണം പിതാവില്ല എന്നാണെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന് പിതാവും മാതാവുമില്ല. അപ്പോൾ അതൊരിക്കലും ന്യായമായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സന്താനമുണ്ടാവുക എന്നത് ഒരിക്കലും അവന് യോജിക്കാത്ത കാര്യമാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുക എന്നത്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞു. യഹൂദികൾ പറഞ്ഞു ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന്. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ പറയുന്നു ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന്. അള്ളാഹു പറയുന്നു വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ, പരമകാരുണ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അനുയോജ്യമായ കാര്യമല്ല അവൻ സന്താനത്തെ സ്വീകരിക്കുക എന്നത്. ലം യലിദ് വലം യൂലദ്, അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും പിതാവല്ല അള്ളാഹു, ആരുടെയും സന്താനമായി ജനിച്ചവനുമല്ല. ഈസ അലൈഹിസ്സലാമിനെ ആരാധിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന പല ആളുകളും പറയാറുള്ള ന്യായം, അദ്ദേഹം പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ടല്ലോ, പല രോഗങ്ങളും സുഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ പല ദൃഷ്ടാന്തങ്ങളും അള്ളാഹു വെളിവാക്കിയിട്ടുണ്ട്. പലരുടെയും രോഗങ്ങൾ അദ്ദേഹത്തിനോട് അള്ളാഹു തആല മാറ്റിക്കൊടുത്തിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോൾ ആ വടി പാമ്പായി മാറിയതായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. സ്വാലിഹ് അലൈഹിസ്സലാമിൻ്റെ കാലത്ത് പ്രത്യേകമായ ഒരൊട്ടകം പാറക്കുള്ളിൽ നിന്ന് പുറത്തു വന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ, ഖുർആൻ അത് പഠിപ്പിക്കുന്നുവെങ്കിൽ, ഈ ദൃഷ്ടാന്തങ്ങൾ ഈസ അലൈഹിസ്സലാം യേശു മാത്രം പ്രകടിപ്പിച്ചതല്ല. ഇതൊക്കെ എന്തിനാണ് ഈ ദൃഷ്ടാന്തങ്ങൾ? അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നബിമാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ, അവർ പറയുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്ദേശം തന്നെയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവരെ, ആ പ്രവാചകന്മാരെ ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരെ ആരാധിക്കുവാൻ,
അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവുകളല്ല അവയൊന്നും. ഇനി മാത്രവുമല്ല, ഈസ അലൈഹിസ്സലാമിനെ പറ്റി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ അവർ കൊല്ലുകയോ അല്ലെങ്കിൽ അദ്ദേഹം കുരിശുമരണം വരിക്കുകയോ ചെയ്തിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് ബർറഫഉല്ലാഹു ഇലൈഹി, മറിച്ച് അള്ളാഹുവിങ്കലേക്ക് ഈസ അലൈഹിസ്സലാമിനെ ഉയർത്തുകയാണുണ്ടായത്. ഇപ്പോഴും ഈസ അലൈഹിസ്സലാം ആകാശലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ രൂപം എങ്ങനെയാണ്, അത് ഏത് ഭാഗത്താണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈസ അലൈഹിസ്സലാം മരിച്ചിട്ടില്ല. അതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രവുമല്ല, അന്ത്യനാളിന് മുന്നോടിയായി ഈസ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മലക്കുകളുടെ ചിറകുകളിൽ ഏറിക്കൊണ്ട് ഈസ അലൈഹിസ്സലാം ഇറങ്ങി വരുമെന്നും ദജ്ജാലിനെ വധിക്കുമെന്നും അതുപോലെ തന്നെ ഇവിടെ നീതിപൂർവം ഭരിക്കുമെന്നും ഒക്കെ കൃത്യമായി ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഈസ അലൈഹിസ്സലാമിൻ്റെ നുസൂൽ, ഇറങ്ങി വരവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ചുരുക്കത്തിൽ പ്രവാചകന്മാരെ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ സ്ഥാനം കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കൃത്യമായി പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുക. എല്ലാ അമ്പിയാക്കളെയും എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന, മുസ്ലിങ്ങൾ എത്ര ഇതര മതസ്ഥരായ ആളുകൾ, അവർ ക്രിസ്ത്യാനികളായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എത്ര തെറിവാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചാലും ഒരു മുസ്ലിമും യേശുവിനെപ്പറ്റി, ഈസ അലൈഹിസ്സലാമിനെപ്പറ്റി മോശമായതൊന്നും സംസാരിക്കുകയില്ല. അങ്ങനെ സംസാരിക്കൽ അവൻ്റെ വിശ്വാസത്തെ വരെ ബാധിക്കുന്ന വിഷയമായിട്ടാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുവാൻ, സത്യം മനസ്സിലാക്കുവാൻ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.